ഓക്കെ, നെക്സ്റ്റ് നമ്മള് 4 മാർക്കിന്റെ സെക്ഷനിലോട്ട് കടക്കാൻ പോവാണ്. 14 മുതൽ 16 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഓൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതാണ്. 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, 14, 15, 16 മൂന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇല്ലേ, ആ അക്കൗണ്ടിന്റെ ആണ് തയ്യാറാക്കാൻ കണ്ടില്ലേ, ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് ചോദിച്ചേക്കണേ. 14ാമത്തെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം. ഓക്കെ, എന്താ പറയണേ? ഒരു സ്ഥാപനത്തിലെ പങ്കാളികളായ ഗോപികയും ഗോകുലും 3:2 എന്ന അനുപാതത്തിലാണ് ലാഭം പങ്കിടുന്നത്. അവരുടെ റേഷ്യോ തന്നു ഇത്. അപ്പൊ റേഷ്യോ കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാക്കാം. അവരുടെ മൂലധനം, അപ്പൊ ക്യാപിറ്റൽ, അടുത്ത ക്യാപിറ്റൽ തന്നേക്കണേ എത്രയാ? 80,000 രൂപ ആരുടെ ആയിരിക്കും? ഗോപികയുടെ ആയിരിക്കും. 70,000 രൂപ ഗോകുലിന്റെ. മൂലധനത്തിന്റെ പലിശ പ്രതിവർഷം 8%. അപ്പൊ മൂലധന പലിശ എത്ര കൊടുക്കണം? 8%. ഗോപികയ്ക്ക് വാർഷിക ശമ്പളം 4,000 രൂപയും, അപ്പൊ ഗോപിക്ക് സാലറി കിട്ടുന്നുണ്ട് 4,000 രൂപ വാർഷിക കേട്ടാ, ശ്രദ്ധിച്ചോ, 4,000 രൂപ വാർഷിക ശമ്പളമാണ്. പിന്നെ അത് മാസം ഇട്ടിട്ട് പിന്നെ ഇനി അതിനെ 12ലേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വർഷത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. വാർഷിക ശമ്പളം ഇവിടെ തന്നേക്കണേ. ഗോകുലിന് പ്രതിവർഷം 2,000 രൂപ കമ്മീഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ കാലയളവിൽ ഗോപിക 10,000 രൂപയും ഗോകുൽ 8,000 രൂപയും പിൻവലിക്കുന്നു. ഡ്രോയിങ്സ് എന്താണ് അത്? പിൻവലിക്കാൻ വരുമ്പോ എന്തായിരിക്കും? ഡ്രോയിങ്സ്. ഗോപിക 10,000 രൂപ ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട്, ഗോകുലിന്റെ 8,000 രൂപയും. ഇതിനു യഥാക്രമം ഗോപികയിൽ നിന്നും 600 രൂപയും ഗോകുലിൽ നിന്നും 500 രൂപയും പലിശ ഈടാക്കുന്നു. ആ ഡ്രോയിങ്സ് പിൻവലിക്കുന്നതിനുള്ള തിരിച്ച് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ പലിശ ആയിട്ട് എത്ര ഈടാക്കുന്നത്? ഗോപികയുടെ കയ്യിൽ നിന്ന് 600 രൂപയും ഗോകുലിന്റെ കയ്യിൽ നിന്ന് 500 രൂപയാണ് ഈടാക്കുന്നത്. മുകളിൽ പറഞ്ഞ ക്രമീകരണങ്ങൾക്ക് മുൻപുള്ള 22-23 വർഷത്തെ സ്ഥാപനത്തിന്റെ ലാഭം 45,000 രൂപയാണ്. 2023 മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തെ ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. ഇവരെന്താ പറഞ്ഞേക്കണേ? നമുക്ക് തൊട്ട് മുൻ വർഷത്തെ സ്ഥാപനത്തിന്റെ ലാഭം തന്നിട്ടുണ്ട് 45,000. ഓക്കെ, എന്നിട്ട് പിന്നെ പറയുന്നത് ഇപ്പോ 2023 മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തെ ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഫോർമാറ്റ് നോക്കാം. ഞാൻ ഫോർമാറ്റിലോട്ട് കിടക്കുമ്പോൾ ഇതാണ് ഫോർമാറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അഥവാ ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. പർട്ടിക്കുലർ എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട്, ഇതാണ് ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റില് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്? ആദ്യം പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്? അല്ല, എന്തൊക്കെ എഴുതിയാലും ഫസ്റ്റത്തെ കാര്യം പറയട്ടെ. എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് ഈ ഒരു അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതേണ്ടത് എന്ത് കാര്യം? ഇവിടെ ഒരു എഴുതിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് 45,000. ഇതെന്താണ്? ഓക്കെ, ആ ക്വസ്റ്റിനിലോട്ട് പോവാം. ഇവിടെ കാണാൻ പറ്റുന്നു, ഇവിടെ അവസാനം ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് തന്നത്. അതായത് മുൻ വർഷത്തെ ഒരു ലാഭം എടുക്കുന്നുണ്ട് ഇവിടെ. ആ മുൻ വർഷത്തെ ലാഭത്തിൽ നിന്നാണ് നമ്മൾ ഈ ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തു തുടങ്ങേണ്ടത്. കാരണം എന്താ? ഞാൻ പറഞ്ഞു ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അതായത് ഈ 45,000 എന്ന് പറഞ്ഞ മുൻവർഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയതാണ് നമുക്ക്. പക്ഷെ അത് കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇവിടെ പങ്കാളികൾക്ക് സാലറി, കമ്മീഷൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഈ 45,000 കേറിയിട്ടില്ല. കേറിയിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ആ ഒരു ലാഭം കണ്ടതിന് നമ്മൾ കാണിച്ചിട്ടില്ല. ലാഭം നമ്മൾ എങ്ങനെ കാണാ? നമുക്ക് വന്ന വരുമാനം അല്ലെ, അതിൽ നിന്ന് നമ്മുടെ നഷ്ടങ്ങൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റുക, അല്ലെ? സോ അങ്ങനെ ചെയ്ത് കിട്ടിയതാണ് ഈ 45,000. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഈ ശമ്പളോ ഈ ഭരണ കമ്മീഷനോ ഒന്നും കുറച്ചിട്ടില്ല. അതായത് സ്ഥാപനത്തിന്റെ ചെലവുകളാണല്ലോ ഈ ശമ്പളം കമ്മീഷനും ഒക്കെ, അല്ലെ? പങ്കാളിത്ത സ്ഥാപനത്തിന്റെ. സോ അത് കുറച്ചിട്ടില്ല. അത് കുറയ്ക്കാണ്ട് കിട്ടിയ പൈസയാണ് 45,000. അതുകൊണ്ട് ഈ 45,000 നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്താന്ന് കാണാനായിട്ടാണ് നമ്മൾ ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. സോ അതിനാണ് നമ്മൾ ഈ ഫോർമാറ്റ് വരച്ചത്. അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ 45,000 എന്താ പറഞ്ഞിരിക്കുന്നത്? ലാഭമാണ് പറഞ്ഞിരിക്കുന്നത്. മുൻ വർഷത്തിന്റെ ലാഭമാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം എവിടെ എഴുതേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് എവിടെ എഴുതേണ്ടത്? ഈ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. അതാണ് ആദ്യം എഴുതേണ്ടത്. ഇനി ഈ ഒരു കേസ് വിചാരിക്കുക, ഈ 45,000 ലാഭമല്ല, ഇത് നഷ്ടമായിരുന്നു നോക്കിയ ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ. ഇവിടെ എഴുതണം എന്ത്? പ്രോഫിറ്റ്, സോറി ലോസ്, നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. നെറ്റ് ലോസ് 45,000 എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. എവിടെ? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ലോസ് ആണെങ്കിൽ, പക്ഷെ ഈ ക്വസ്റ്റിൽ എന്തായിരുന്നു? നമുക്കത് പ്രോഫിറ്റ് ആയിരുന്നു. മുൻ വർഷം കിട്ടിയത് എത്രയായിരുന്നു? പ്രോഫിറ്റ് ആയിരുന്നു. സോ അത് നെറ്റ് പ്രോഫിറ്റ് എന്നിട്ട് ആ 45,000 വേണം ആദ്യം എടുത്തെഴുതാൻ. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ക്രെഡിറ്റിൽ എഴുതും ഡെബിറ്റിൽ എഴുതുന്ന പറയുന്നത്. പിന്നെ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും എഴുതാം എന്താ എഴുതണ്ടേ? അതായത് സ്ഥാപനത്തിന് കിട്ടുന്നത്, അവർക്ക് കിട്ടുന്നതൊക്കെ വരുമാനത്തിന്റെ ഒക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആദ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെയാ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്?
സ്ഥാപനത്തിന് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെ, സ്ഥാപനത്തിന് കിട്ടുന്നതല്ലേ പലിശ, ഡ്രോയിങ്സിന്റെ പലിശ അറിയുന്നത്. ഡ്രോയിങ്സ് പിൻവലിച്ച് അവർ കൊണ്ടുപോകുന്ന സമയത്ത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങും, ഒരു ഇൻട്രസ്റ്റ് വാങ്ങും. അത് സ്ഥാപനത്തിന് കിട്ടുന്നതല്ലേ. സോ അത് എവിടെ എഴുതും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇത്ര മാത്രമേ എവിടെ വരുള്ളൂ, ക്രെഡിറ്റ് സൈഡിൽ വരുള്ളൂ. ഓക്കെ, നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ. പോകുന്നതെന്ന് പറയുമ്പോൾ സ്ഥാപനം കൊടുക്കുന്നത് എന്തൊക്കെ, സാലറി കൊടുക്കുന്നുണ്ട്, കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. കമ്മീഷൻ, മൂലധന പലിശ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫസ്റ്റ് ഇവിടെ കണ്ടില്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്നതാണ്. ഇതിപ്പോ നോക്കണ്ട, ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ, ഫില്ലപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെ, ഇവിടെ എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കണം. എത്ര, 600ഉം 500ഉം. അപ്പൊ അതെന്ത് ചെയ്യാ, ഗോപിക ഗോകുൽ എന്നിട്ട് നേരെ എന്ത് ചെയ്യാ, 600 500 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കൊടുക്കാം. ഓക്കെ, അതുപോലെ അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ക്രെഡിറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ഡെബിറ്റ് സൈഡിലോട്ട് പോവാണെങ്കിൽ എന്താ, ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന പലിശ, 8% പലിശ എന്ന് പറഞ്ഞേക്കുന്നത്. ഓരോരുത്തരുടെയും ക്യാപിറ്റലും വേണം കണ്ടുപിടിക്കാൻ. അതെ, എത്രയാണ്, ഗോപികയുടെ ക്യാപിറ്റൽ 80,000. സോ 80,000ന്റെ 8% എന്ന് പറയുമ്പോൾ എത്രയാ, 6,400 കിട്ടാം. അതായത് 80,000 ഇൻറ്റു 8/100 ഇതാണ് കാണാം. 6,400 ആൻസർ വരുന്നത്, 6,400. അതുപോലെ അടുത്തത് ഗോകുലിനാണ്. എത്ര ഗോകുലിന്, 70,000. 70,000 ഇൻറ്റു 8/100. ഓക്കെ, 70,000 ഇൻറ്റു 8/100 എന്ന് പറയുന്നത് എത്രയാ, 5,600. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. സോ ഇവിടെ കണ്ടില്ലേ, 6,400ഉം 5,600ഉം നേരെ എഴുതുക. ഇതുപോലെ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഹെഡിങ് കൊടുത്തിട്ട് ഗോപിക ഗൂഗിൾ കണ്ടു വേണം എഴുതാനായിട്ട് എമൗണ്ട്. അടുത്ത സാലറി ആർക്കായിരുന്നു, നമുക്കറിയാം ഗോപികയ്ക്കായിരുന്നു സാലറി. എത്ര, 4,000 രൂപ. അതുപോലെ കമ്മീഷൻ ആൾക്കാർ 2,000 ഗൂഗിളിനും. സോ അതെന്ത് ചെയ്യാ, കമ്മീഷൻ ഗൂഗിൾ 2,000, സാലറി ഗോപിക കണ്ടില്ലേ 4,000 കൊണ്ട് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ നോക്കിയില്ല, എല്ലാം നമ്മൾ എഴുതിയില്ലേ. ഡ്രോയിങ്സ്, അപ്പൊ ചോദിച്ചു ഡ്രോയിങ്സ് ഇവിടെ, ഡ്രോയിങ്സ് എഴുതൂലെന്ന്. നമ്മൾ ഈ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എഴുതൂല, ഡ്രോയിങ്സ് എഴുതൂല, ക്യാപിറ്റലിന്റെ എമൗണ്ട് എഴുതൂല. അവരുടെ ഇൻട്രസ്റ്റ് മാത്രമേ ഈ അക്കൗണ്ടിൽ എഴുതുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതുള്ളൂ. ഓക്കെ, ക്യാപിറ്റലിന്റെ എമൗണ്ട് എഴുതൂല, ഡ്രോയിങ്സിന്റെ എമൗണ്ട് എഴുതൂല. അപ്പൊ അതവിടെ എടുക്കും, ബാക്കിയൊക്കെയാണ് എഴുതേണ്ടത്. സോ അതൊക്കെ നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആ ഭാഗങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം അല്ലെ. ബാലൻസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണം, ഏറ്റവും കൂടുതലുള്ള ഭാഗം നോക്കാം അല്ലെ. ക്രെഡിറ്റ് സൈഡ് ആണ്. 45,000 പ്ലസ് 600 പ്ലസ് 500 എത്ര, 46,100 രൂപ. 46,100 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും എമൗണ്ടോള് ഡെബിറ്റിൽ ഇത്രയും എമൗണ്ടോള് കുറയ്ക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് കിട്ടുന്നത് എങ്ങനെ, ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാലോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഭാഗം രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് 46,100 രൂപ. അതറിയാലോ, ഡെബിറ്റ് സൈഡ് കൂടിയാൽ ലോസ് ആണ്. ഈ ഡെബിറ്റ് സൈഡ് കൂട്ടിയിട്ട് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ കിട്ടുന്നെങ്കിൽ ലോസ് ആണ്. ക്രെഡിറ്റ് സൈഡ് ആണ് കൂട്ടിയിട്ട് കൂടുതലെങ്കിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് എന്താണ്, കൂട്ടുമ്പോൾ നോക്കുമ്പോൾ അറിയാം ക്രെഡിറ്റ് സൈഡ് കൂടുതൽ 46,100. അത് രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. സോ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ ഷെയർ ചെയ്ത് കാണിക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ. സോ അതാണ് ഗോപിക ഗോകുൽ ഷെയർ ചെയ്യേണ്ടത്. അവരുടെ ഏത് റേഷ്യോയിൽ, 3:2. അതിനാണ് ക്വസ്റ്റ്യനിൽ ഈ റേഷ്യോ തന്നേക്കണേ, 3:2. ആ റേഷ്യോയിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതായത് 46,100 നിന്ന് ഇത്രയും എമൗണ്ടുകൾ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ടുകൾ കുറയ്ക്കുമ്പോൾ 28,100 കിട്ടും. ആ 28,100 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഗോപികയ്ക്ക് 16,860ഉം ഗൂഗിളിന് 11,240 കിട്ടും. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാ. 15ാമത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കഴിഞ്ഞ 4 വർഷത്തെ ശരാശരി ലാഭത്തിനെയും 3 വർഷത്തിന്റെ വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിലുള്ള ഗുഡ്വില്ലിന്റെ മൂല്യം കണക്കാക്കുക. അപ്പൊ ഇതെന്താ, ഗുഡ്വില്ലിന്റെ മെത്തേഡാ. ഗുഡ്വിൽ കണക്കാക്കണ്ടേ, കഴിഞ്ഞ 4 വർഷങ്ങളിൽ ലാഭം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് മെത്തേഡാ, ശരാശരി മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാ തന്നേക്കണേ. ഓക്കെ, 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 20,000, 30,000, 15,000, 35,000. എങ്ങനെയാണ്ടേ, ആവറേജ് പ്രോഫിറ്റിൽ എങ്ങനെയാണ് ഗുഡ്വില്, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഗുഡ്വിൽ എഴുതണ്ടേ. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആവറേജ് പ്രോഫിറ്റ് ശരാശരി ലാഭരീതി ഇൻറ്റു എത്ര വർഷത്തെ വാങ്ങൽ, അത് നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കാണാം. സോ അതില് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആവറേജ് പ്രോഫിറ്റ് എന്താണെന്ന് നമുക്ക് അറിയണം ആദ്യം. സോ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു, അതായത് ശരാശരി ലാഭം ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം, മൊത്തം ടോട്ടൽ ലാഭം അല്ലെ, വർഷത്തെ ലാഭം എന്ത് ചെയ്യണം, അത് കൂട്ടാം. മൊത്തം 20,000 ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇയേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ചെയ്യുക.
അതായത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാന്ന് നോക്കാം. 20,000 അല്ലെ, 20,000, 30,000, 15,000, അതുപോലെ തന്നെ 35,000 അല്ലെ. നമുക്ക് കിട്ടുന്നത് 1,00,000 രൂപയാണ്. 1,00,000 നമുക്ക് കിട്ടുക. 1 lakh ഡിവൈഡഡ് ബൈ എത്ര, 4 വർഷം അല്ലെ. അതിൽ നമുക്ക് എത്ര, അപ്പോ 25,000 ആണ് നമുക്ക് എന്ത് കിട്ടുക, 25,000 ആണ് നമ്മുടെ ശരാശരി ലാഭം കിട്ടുക. കഴിഞ്ഞിട്ടില്ല, ശരാശരി ലാഭം 25,000 ആണ്. പക്ഷെ നമുക്ക് എന്താ അറിയേണ്ടത്, ഗുഡ്വില് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ് ആണ്. സോ 25,000 കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്മുടെ പർച്ചേസിന്റെ കേസ്. സോ ഇവിടെ 25,000 ആണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, 25,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്ര, 3 വർഷം അല്ലെ. 25,000 ഇൻറ്റു 3 ആണ് വരുന്നത്. സോ എത്രയാ, 75,000 ആണ് നമ്മുടെ ഗുഡ്വില്. 75,000 അല്ലെ. കണ്ടില്ലേ, 75,000 ആവറേജ് പ്രോഫിറ്റ്, ശരാശരി ലാഭം കണ്ടതാണ്. മൊത്തം പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയർ, 1,00,000 ഡിവൈഡ് ബൈ 4, 25,000. 25,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 3 ചെയ്യുമ്പോൾ 75,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കഴിഞ്ഞ എക്സാമിന് എന്താ വെച്ചാൽ ആവറേജ് പ്രോഫിറ്റ് ചോദിച്ചത്. ഇപ്രാവശ്യം സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കാൻ ചാൻസ് കേട്ടോ. സൂപ്പർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉണ്ട്. ബാക്കി 2 മെത്തേഡുകൾ നന്നായി നോക്കിക്കോളൂ അത്. ഓക്കെ, അധിക ലാഭരീതി, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, ആ 2 മെത്തേഡ്, അതും വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡും കൂടി ഉണ്ട്. അത് നന്നായിട്ട് നോക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം സാധാരണ ഈ ശരാശരി ലാഭരീതി ചോദിച്ചാൽ ഇപ്രാവശ്യം ഇതായിരിക്കും ചാൻസ്. അപ്പൊ അതെന്ത് ചെയ്യാം, അത് നന്നായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 16ാമത്തെ. എന്താ പറഞ്ഞേ, അനിൽ, പ്രകാശ്, സുഗു എന്നിവർ പങ്കാളികളായ സ്ഥാപനത്തിൽ നിന്നും 2024 മാർച്ച് 31 സുഗു പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു. സുഗു എന്ന് പറയുന്ന ആള്, മൂന്നാമത്തെ ആള് റിട്ടയർ ആവാണ്. സോ പിരിയുന്ന ദിവസം അദ്ദേഹത്തിന് എത്ര കൊടുക്കാനുണ്ട്, 2,00,000 രൂപ നൽകാനുണ്ടായിരുന്നു. 2,00,000 രൂപ ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്, അത് കൊടുക്കാനുണ്ടായിരുന്നു. അവർ അത് 50,000 രൂപ വീതമുള്ള 4 വാർഷിക ഗഡുക്കളായി എല്ലാ മാർച്ച് മാസം 31-നും നൽകാമെന്ന് തീരുമാനിച്ചു. അപ്പൊ എന്താ, ലോൺ അക്കൗണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒറ്റയടിക്ക് ആ 2,00,000 രൂപ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം എന്താ, എങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു, 50,000 മാസം, എല്ലാ മാസം 50,000 വെച്ചിട്ട് ഗഡുക്കളായിട്ട്, മാസമല്ല, വാർഷികം 4 വർഷത്തിലായിട്ട് 50,000 ഗഡുക്കളായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. വർഷാദ്യ നീക്കിയിരിപ്പിന് 10% വാർഷിക പലിശ നൽകേണ്ടതാണ്. എന്താ, ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുഗുവിന്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനാ പറയുന്നത്, ലോൺ അക്കൗണ്ട്. സോ ലോൺ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്താണ്, സുഗൂസ് ലോൺ അക്കൗണ്ട് ഹെഡിങ് കൊടുക്കണം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇതാണ് ഫോർമാറ്റ് വരുന്നത്. ഈ ഫോർമാറ്റിൽ നമ്മൾ എന്താ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് സൈഡിൽ നിന്നാണ്, ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്ത് എഴുതണം, ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് സുഗുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ബാലൻസ് എത്രയാണ്, ക്വസ്റ്റ്യൻ, ആൾക്ക് എത്ര കൊടുക്കാനുള്ളത് അതാണ് എഴുതേണ്ടത്, 2,00,000. സോ 2,00,000 എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണണം, ഇൻട്രസ്റ്റ് കാണണം. ഇൻട്രസ്റ്റ്, ഈ ഒരു പാറ്റേൺ പഠിച്ചു വെക്കാട്ടോ, ഇതുപോലെ തന്നെയാണ് പിന്നെ പിന്നെ അടുത്തുള്ളോട്ട് ചെയ്തു പോവാ. ഓക്കെ, ഇവിടെ ഡേറ്റ് നിർബന്ധം ഇല്ല. ഓക്കെ, ഡേറ്റിന് അധികം നിർബന്ധം പറയുന്നില്ല, സോ ഡേറ്റ് കൊടുക്കണ്ട. ഓക്കെ, ഡേറ്റ് കൊടുക്കുന്നത് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, 2,00,000. ഇനി 2,00,000 ഇൻട്രസ്റ്റ് കാണണം. ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, എത്ര ശതമാനം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ഇൻട്രസ്റ്റ്. ശ്രദ്ധിച്ചോ, 10% ഇൻട്രസ്റ്റ്. സോ 2,00,000 ഇൻറ്റു 10/100 ആണ് ഇൻട്രസ്റ്റ് വരിക. അതായത് 20,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. 2,00,000 ഇൻറ്റു 10/100. സോ ഇതാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഇനി ഡെബിറ്റ് സൈഡിലോ, നമ്മൾ അത് കൊടുക്കാൻ പോകണം, ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാണ്. അത് കാണിക്കുമ്പോൾ ഇവിടെ ബാങ്കിൽ നിന്നല്ല പൈസ പോവാ. സോ ബാങ്ക് എന്നാണ് കാണിക്കാം. ബാങ്ക് എന്നോ ക്യാഷ് എന്നോ പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, കൂടുതൽ ബാങ്ക് എന്ന് കാണിക്കുന്നതായിരിക്കും സ്യൂട്ടബിൾ. ഓക്കെ, ബാങ്ക് എന്ന് കാണിക്കാം. എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്, നമ്മള് 4 വർഷത്തിൽ 50,000 രൂപ വെച്ച് ഗഡുക്കളായിട്ട്, അതായത് ഓരോ വർഷം 50,000 വെച്ച്, അതിന്റെ കൂടെ എന്തും വരും, പ്ലസ് ഇൻട്രസ്റ്റും വരും. ഓക്കെ, 50,000 പ്ലസ് ഇൻട്രസ്റ്റ്, അത് മറക്കരുതായത്. അതും കൂട്ടിയിട്ടാണ് നമ്മൾ ബാങ്കിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുന്നത് ആൾക്ക്. അതായത് ഇവിടെ 50,000 വരും പ്ലസ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു അല്ലെ. ഇൻട്രസ്റ്റ് എത്രയാണ്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച എത്ര, 20,000. അപ്പൊ 50,000 പ്ലസ് ഇൻട്രസ്റ്റ് 20,000, മൊത്തം എമൗണ്ട് എത്രയാണ്, ആ ബ്രാക്കറ്റിൽ ഇവിടെ എഴുതണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ബ്രാക്കറ്റ് വെച്ചിട്ട് മൊത്തം 70,000 രൂപ. ക്ലിയർ ആണോ? ഇതിപ്പോ നോക്കരുത്, ഇത് നമ്മളെ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വരയ്ക്കാം. ഏത് സൈഡാ കൂടുതൽ, ഇത് സൈഡാണ്. 2,20,000 ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതുക. ആ 2,20,000 70,000 കുറയ്ക്കുക. അപ്പൊ കിട്ടുന്ന ബാലൻസ് ആണ് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ. എത്ര, 1,50,000. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇയറത്തെ കഴിഞ്ഞു. ഇനി അടുത്ത് രണ്ടാമത്തെ വർഷത്തെ കാണിക്കാമോ നമ്മൾ, രണ്ടാമത്തെ സെക്കൻഡ് ഇയറിൽ കാണിക്കുമ്പോൾ ഈ ക്യാരി ഡൗൺ ചെയ്ത സാധനം നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, അത് ബ്രോഡ് ഡൗൺ ആവും അല്ലെ. ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര, 1,50,000. ഇനി ഈ 1,50,000 വേണം ഇൻട്രസ്റ്റ് കാണാൻ. അതായത് 1,50,000 10% ഇൻറ്റു 10/100 എത്രയാണ്, 15,000. ഈ സൈഡ് ഓക്കെ ആയി.
ഇപ്പുറത്തോട്ട് എന്താണെങ്കിൽ ബാങ്ക് വീണ്ടും പൈസ കൊടുക്കുന്നത് അല്ലെ. എങ്ങനെ കൊടുക്കണേന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് അത് ഫിക്സ്ഡ് ആണ്. 50,000 4 വർഷത്തേക്ക് ഇൻസ്റ്റാൾമെന്റ് ഫിക്സ്ഡ് ആണ് 50,000 പ്ലസ് എന്ത് ആ ഇൻട്രസ്റ്റ് ചേഞ്ച് ആവും. ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഇപ്പൊ കണ്ടുപിടിച്ച രണ്ടാമത്തെ വർഷത്തെ 15,000. സോ മൊത്തം 65,000 ആണ് ഇൻട്രസ്റ്റ് വരാം. സോറി ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാലൻസ് ക്യാരിഡ് എന്താ വരാ, രണ്ട് ഭാഗത്തും വരയ്ക്കാം. എത്രയാ 1,50,000 15,000 കൂട്ടുമ്പോൾ 1,65,000 രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. 1,65,000 60,000 കുറയ്ക്കുമ്പോൾ 1,00,000 ആണ് ബാലൻസ് ക്യാരി ഡൗൺ വരാം. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ. കഴിഞ്ഞല്ലോ. നമുക്ക് 4 വർഷത്തെ കാണണല്ലോ. നമുക്ക് വീണ്ടും കാണാൻ അടുത്തത് ഇത് ബ്രോട്ട് ഡൗൺ ചെയ്തിടാം. ഈ ക്യാരി ഡൗൺ എന്ത് ചെയ്യാം, 1,00,000 ബ്രോട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ എന്താവും 1,00,000 ബ്രോട്ട് ഡൗൺ ആയി. ഈ 1,00,000 വേണം വീണ്ടും ഇൻട്രസ്റ്റ് കാണാൻ. ഇൻറ്റു 10/100. 1,00,000 10/100 എത്രയാ 10,000. ഓക്കെ അല്ലെ. ഇനി അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുക എങ്ങനെ 50,000 ഒപ്പം ആ പറയുന്ന 10,000 കൂടി കൂട്ടിയിട്ട് ഈ ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ട് മൊത്തം 60,000. ഓക്കെ 60,000 ആണ്. നമുക്ക് ബാലൻസ് ചെയ്യാം, രണ്ട് ഭാഗത്ത് വരയ്ക്കുക. മൊത്തം 1,10,000 1,10,000 ആ 1,10,000 60,000 കുറയ്ക്കുക. ബാലൻസ് എത്ര കിട്ടാ 50,000. ഇത് 3 വർഷമായിട്ടുള്ളൂ. നാലാമത്തെ വർഷത്തും കൂടി കാണണ്ടേ. സോ ഈ 50,000 ബ്രോട്ട് ഡൗൺ ചെയ്യാം നാലാമത്തെ വർഷത്തേക്ക്. ബ്രോട്ട് ഡൗൺ 50,000. വീണ്ടും ഈ 50,000 എന്ത് കാണാം ഇൻട്രസ്റ്റ് കാണാം. ഇൻറ്റു 10/100. 50,000 ഇൻറ്റു 10/100 5,000 ആണ് അല്ലെ. അപ്പൊ ബാങ്കിലേക്ക് എത്ര കൊടുക്കണ്ടേ 50,000 പ്ലസ് ഇൻസ്റ്റാൾമെന്റ് 50,000 പ്ലസ് ആ 5,000 രൂപ ഇൻട്രസ്റ്റ്. മൊത്തം എത്രയാണ് 55,000. ഇത് നോക്കി കൂട്ടുമ്പോ ഇറക്കിടുമ്പോ ഇപ്പൊ രണ്ട് സൈഡിൽ ഈക്വൽ ആയില്ലേ. ഇവിടെ 55,000 ഇവിടെ എടുത്ത് എഴുതുമ്പോ പിന്നെ ഇനി ബാലൻസ് ചെയ്യാനൊന്നുമില്ല. കറക്റ്റ് ആ എമൗണ്ട് ഈക്വൽ ആയിട്ട് പോയി. നമ്മൾ ഫുൾ എന്ത് ചെയ്തു, ആ 2,00,000 ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്തു, ആൾക്ക് സുഗുവിന് അടച്ചു തീർത്തു. ഇങ്ങനെയാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതോടുകൂടി നമ്മുടെ 4 മാർക്കിന്റെ ചോദ്യത്തിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് എന്താണ് നമ്മുടെ വലിയ മാർക്കിന്റെ 8 സ്കോറിന്റെയാണ് അടുത്ത നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, 17 തൊട്ട് 18 രണ്ട് ക്വസ്റ്റ്യൻ. 17 18 ഏതെങ്കിലും ഒരു ചോദ്യത്തിന്, ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി, ആൻസർ കൊടുത്താൽ മതി. ഇവിടെ എന്താ പറയണേ നോക്കാം നമുക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 3:2 എന്ന അനുപാതത്തിൽ ലാഭനഷ്ട പങ്കിടുന്ന പങ്കാളികളാണ് ദീപയും സ്മിതയും. 2024 മാർച്ച് 31 അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാധ്യത തുക, ആസ്തി തുക. ഓക്കെ, ഇനി പറയുന്ന ബിസിനസ് നിബന്ധനകൾക്ക് വിധേയമായി 1/4/2024 മുതൽ 1/4 ലാഭത്തിൽ 5 വരെ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കാൻ അവർ സമ്മതിച്ചു. അപ്പൊ ഇതെന്താണ്, പ്രവേശനാണ് അല്ലെ, പങ്കാളിയുടെ പ്രവേശനം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മനസ്സിലാക്കുക ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റിവാലുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ, റിവാലുവേഷൻ അക്കൗണ്ട് ആണെന്ന് മനസ്സിലായി. അത് ഏതിലത്തെ റിവാലുവേഷനാ, പ്രവേശന സമയത്തെ. വേണമെങ്കിൽ ഇത് ചിലപ്പോൾ ഇപ്രാവശ്യം റിട്ടയർമെന്റ് ആവാട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചോദിക്കാം, റിട്ടയർമെന്റ് ആവാം, ഒന്നും പറയാൻ പറ്റില്ല. ഇത് പ്രവേശനമാണ് ചോദിച്ചേക്കണത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി, നമുക്ക് അഡ്മിഷൻ ആണെന്ന് മനസ്സിലായി. ഇനി എന്താ ഓരോന്നും വായിച്ചു നോക്കാം. 580,000 രൂപ മൂലധനമായും 10,000 രൂപ ഗുഡ്വിൽ ആയിട്ടും കൊണ്ടുവരണം. കെട്ടിടങ്ങളുടെ മൂല്യം 10,000 രൂപ വർദ്ധിക്കുകയും സ്റ്റോക്ക് 5,000 രൂപ കുറയുകയും ചെയ്തു. ഓക്കെ, മോട്ടോർ വാഹനത്തിന് 10% മൂല്യക്ഷയം രേഖപ്പെടുത്തി. ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് മോട്ടോർ വാഹനത്തിന്. കിട്ടാക്കടത്തിനും സംശയാസ്പദമായ കടത്തിനും 10% കരുതൽ വെക്കുക. ഓക്കെ, ബാഡ് ഡെപ്റ്റിന് നമ്മൾ എന്താ ഒരു 10% വരുന്നുണ്ട്, പ്രൊവിഷനാ വരുന്നത്. ഓക്കെ, കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത 7,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കണക്കിൽ പെടുത്തുക. അപ്പൊ എന്താ, അൺറെക്കോർഡഡ് അസറ്റ് ആണ്, രേഖപ്പെടുത്താത്ത ആസ്തിയാണ് ഇവിടെ തന്നേക്കണേ. ഓക്കെ, അഞ്ജുവിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവാലുവേഷൻ അക്കൗണ്ട്, പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, പുതിയ സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കുക. എന്താണ് നമ്മള് 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ന്യൂ ബാലൻസ് ഷീറ്റ്. ഇതാണ് തയ്യാറാക്കാനുള്ളത്. അഡ്മിഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വരാം, റിവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് എന്താണത്, റിവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് അല്ലെ. ഇതിലെ എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആസ്തികളുടെ മൂല്യം കുറയുമ്പോഴാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, ആസ്തിയുടെ മൂല്യം കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ. അങ്ങനെയാണെങ്കിൽ ബാധ്യതയുടെ മൂല്യം കൂടുമ്പോൾ ഡെബിറ്റ് സൈഡിൽ, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ആസ്തിയുടെ മൂല്യം കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതും റിവാലുവേഷന്റെ, ബാധ്യതകളുടെ മൂല്യം കൂടുമ്പോൾ എവിടെ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ഓക്കെ, പിന്നെ നമ്മള് അതുപോലെ തന്നെ രേഖപ്പെടുത്താത്ത ആസ്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എഴുതും, രേഖപ്പെടുത്താത്ത ബാധ്യതകൾ ഉണ്ടെങ്കിൽ എവിടെ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് എവിടെ, ക്രെഡിറ്റ് സൈഡിലോട്ട് എടുത്തെഴുതേണ്ടത്. ഫോർമാറ്റ് നോക്കാം. അഡ്മിഷന്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, ചാപ്റ്റർ 2 ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട്
1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ഉണ്ട്, പ്രവേശന സമയം. ആ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ചാപ്റ്ററിലെ വരുന്നതാണ് ലാസ്റ്റത്തെ ഭാഗം. ഏറ്റവും ലാസ്റ്റത്തെ റിവാലുവേഷന്റെ ഭാഗം എടുത്ത് നോക്കിയാൽ മതി, ഫോർമാറ്റ് അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ഇത് നമുക്ക് സമയമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റിലോട്ട് ഇപ്പൊ വേഗം വേഗം കടക്കാം. റിവാലുവേഷൻ എന്താ പറയണേ? റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിലത്തെ കാര്യങ്ങളാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതാനുള്ളൂ വരുള്ളൂ. അതായത് ആസ്തികൾക്കും ബാധ്യതകൾക്കും വന്ന മാറ്റങ്ങൾ, വർധനവും കുറവും, ഇത് മാത്രമേ എവിടെ രേഖപ്പെടുത്തുള്ളൂ? റിവാലുവേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുള്ളൂ. അതെവിടെയാ പറയാ? ഇതിലല്ലേ, ഈ പറയുന്ന എ ബി സി ഡിയും പോയിന്റിലല്ലേ. അപ്പൊ ഓരോ പോയിന്റ് നോക്കാം. എ നോക്കാം. എ എന്താ പറയണേ? പുതിയ പങ്കാളി വരുന്ന കാര്യം. അപ്പൊ അത് എഴുതണ്ട, അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. രണ്ടാമത്തെ എന്താ? കെട്ടിടങ്ങളുടെ മൂല്യം 10,000 രൂപ വർദ്ധിക്കുകയും. ഓക്കെ, അപ്പൊ അത് ആവശ്യമുണ്ട്. കെട്ടിടങ്ങളുടെ മൂല്യം 10,000 രൂപ വർദ്ധിക്കുകയും ചെയ്തു എന്ന് പറയാം. അത് 10,000 രൂപ വെച്ച് കൂടി എന്നാ പറയണേ. അതിനർത്ഥം അല്ലെ, മീനിങ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ? കെട്ടിടം എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് മുന്നേ എത്രയായിരുന്നു? 80,000 ആയിരുന്നു. അതിപ്പോ 10,000 വെച്ച് കൂടി എന്ന് പറയണേ. അപ്പൊ 10,000 വെച്ച് കൂടി, അതിന്റെ അർത്ഥം എന്താ? 10,000 കൂടി. അപ്പൊ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മുന്നില് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പറയുന്നതും നമ്മുടെ ഈ ബാലൻസ് ഷീറ്റിലെ ഡിഫറൻസ് ആണ് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എഴുതണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴത്തെ കേസിലാ? അത് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ. ഇതിൽ കറക്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. കെട്ടിടങ്ങളുടെ മൂല്യം 10,000 രൂപ വർദ്ധിക്കുകയും, അതിനർത്ഥം എന്താ? 10,000 വെച്ചാണ് വർദ്ധിച്ചേക്കുന്നത്. അപ്പൊ പിന്നെ ഇനി ഇവിടെ പോയിട്ട് ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ബിൽഡിംഗ് മുന്നത്തെ ബിൽഡിംഗ് എത്രയാ, ഇപ്പോഴത്തെ ബിൽഡിംഗ് എത്രയാ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കെട്ടിടങ്ങളുടെ മൂല്യം 10,000 വെച്ചിട്ടാണ് കൂടിയിട്ടുള്ളത്. സോ അതിനർത്ഥം കെട്ടിടം എന്താ? ആസ്തിയാണ്. ആസ്തി കൂടിയാൽ എവിടെ എഴുതാ? റിവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ. ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? 10,000 അങ്ങോട്ട് നേരിട്ട് എഴുതിയാൽ മതി. പിന്നെ അതിനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അടുത്തത് നോക്കാം. സ്റ്റോക്ക് 5,000 രൂപ കുറയുകയും ചെയ്തു. അപ്പൊ എത്ര? സ്റ്റോക്കും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര കുറഞ്ഞു എന്ന്. എത്ര? 5,000 കുറഞ്ഞു എന്ന് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു റിവാലുവേഷൻ അക്കൗണ്ടിൽ എപ്പോഴും എഴുതേണ്ടത് ആസ്തികളും ബാധ്യതകളും എത്രയാണോ കുറഞ്ഞത് ആ എമൗണ്ട് ആണ് എവിടെ എഴുതേണ്ടത്? റിവാലുവേഷനിൽ. ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട് സ്റ്റോക്ക് 5,000 ആണ് കുറഞ്ഞത്. സ്റ്റോക്ക് ആസ്തിയാണ്. ആസ്തി കുറയുമ്പോൾ റിവാലുവേഷന്റെ എവിടെ എഴുതാം? ഡെബിറ്റ് സൈഡിൽ. സ്റ്റോക്ക് 5,000. ഇവിടെ ഉദാഹരണം വിചാരിക്കുക, കെട്ടിടങ്ങളുടെ വില എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ വില ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നേക്കണത്. ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 90,000 ഇങ്ങനെ വന്നേക്കണേ. ഓക്കെ, അതുപോലെ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില എത്ര? ഇവിടെ ഒരു വിചാരിക്കുക, സ്റ്റോക്ക് ഇവിടെ ഒരു 50,000 കൂട്ടിക്കോ. ഓക്കെ, അങ്ങനെയാണ് തന്നേക്കണത് വയ്ക്കുക. കെട്ടിടങ്ങളുടെ ഇപ്പോഴത്തെ വില 90,000 സ്റ്റോക്ക് 50,000 രൂപയോ ആണെങ്കിൽ അങ്ങനെ വിചാരിക്കുക. കുറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞു വർദ്ധിക്കുന്നു എന്നൊന്നും പറയണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ കുറഞ്ഞതാണോ വർദ്ധിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് എങ്ങനെ അറിയാം? മുൻ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന്. അപ്പൊ ഇവിടെ നോക്കിയേ, ബിൽഡിംഗ് 80,000, ഇവിടെ എത്രയുണ്ട്? ബിൽഡിംഗ് കെട്ടിടം 90,000. അതിനർത്ഥം എന്താ? കൂടല്ലേ ചെയ്തേ? അല്ലെ, എത്ര കൂടി? അതിന്റെ ഡിഫറൻസ് എത്രയാ? 90,000 മൈനസ് 80,000 എത്രയാ? 10,000. അപ്പൊ ആ 10,000 ആണ് റിവാലുവേഷൻ അക്കൗണ്ട് എഴുതേണ്ടത്. സോ ഇങ്ങനത്തെ കേസിൽ അവർ എത്ര കൂടി കുറഞ്ഞു എന്ന് പറയില്ല. അതിന് പകരം ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞിട്ട് ആ വില തരും. എന്നിട്ട് അങ്ങനെ തരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ വിലയും നമ്മുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിന്റെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത്. അപ്പൊ കിട്ടുന്ന ഡിഫറൻസ് ആണ് അവിടെ എഴുതേണ്ടത്, റിവാലുവേഷനിലോട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അതും എഴുതി റിവാലുവേഷൻ അക്കൗണ്ടിലോട്ട് അല്ലെ. ഇനി എന്താ പിന്നെ പറയുന്നത്? മോട്ടോർ വാഹനത്തിന് 10% മൂല്യക്ഷയം രേഖപ്പെടുത്തുക. മൂല്യക്ഷയം എന്താണ്? ഡിപ്രീസിയേഷൻ അല്ലെ. ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോ എന്താ? മോട്ടോർ വാഹനം എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ എവിടെ എഴുതാ? റിവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പൊ എത്രയും മോട്ടോർ വാഹനം, അതിനാണ് ഈ ബാലൻസ് ഷീറ്റ് വന്നേക്കുന്നത്. ഇവിടെ ഉണ്ടാവുമല്ലോ മോട്ടോർ വാഹനം എന്ന് പറഞ്ഞിട്ട്, മോട്ടോർ വെഹിക്കിൾ 40,000. അപ്പൊ 40,000 10% മൂല്യക്ഷയം വന്നു. എങ്ങനെ കണ്ട? 10% 40,000 ഇൻറ്റു 10/100 അല്ലെ, ഇൻറ്റു 10/100, അതായത് 4,000. 4,000 എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ. ഇവിടെ 4,000 എഴുതാം. അത് എഴുതി. ഇനി അടുത്ത എന്താ? കിട്ടാക്കടത്തിന് സംശയാസ്പദമായ കടത്തിനും 10% കരുതൽ വെക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയും. ബാഡ് ഡെപ്റ്റ് അറിയാലോ, കിട്ടാക്കടാണ്. അപ്പൊ അതിന് നമ്മൾ മാറ്റി വെക്കണം. എത്ര പൈസ നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് മാറ്റി വെക്കും? എത്ര മാറ്റി വെക്കാനാ പറഞ്ഞിരിക്കണേ? 10% തന്നെ. അപ്പൊ അത് എന്തിൽ നിന്നാ മാറ്റേണ്ടത്? ഡെപ്റ്റേഴ്സ് മറക്കരുത്. ഡെപ്റ്റേഴ്സ്, അതായത് 50,000 രൂപയിൽ നിന്ന് മാറ്റി വെക്കണം. 50,000 എത്ര ശതമാനം? 10%. 50,000 ഇൻറ്റു 10/100. അപ്പൊ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കണ്ടോ? 5,000. 50,000 ഇൻറ്റു, അതായത് ഡെപ്റ്റേഴ്സിനാണ് അത് എടുക്കുക. പ്രൊവിഷൻ മാറ്റി വെക്കുന്ന പ്രൊവിഷൻ എടുക്കേണ്ടത്. 50,000 ഇൻറ്റു 10/100, 5,000. അത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്താ? മാറ്റി വെക്കുന്നതല്ല, നമ്മുടെ ബാധ്യതേനെ ഒന്നുകൂടി കൂട്ടുന്ന കാര്യമല്ലേ ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ബാധ്യത കൂടുമ്പോൾ
റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അടുത്തത് എന്താ പറയുക, ലാസ്റ്റത്തെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത 7,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കണക്കിൽപ്പെടുത്തുക. അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ട്, രേഖപ്പെടുത്താത്ത ആസ്തി. രേഖപ്പെടുത്താത്ത ആസ്തി വരുമ്പോൾ എഴുതണ്ടേ, ആസ്തി കൂടാണല്ലോ ചെയ്യുന്നത്. സോ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 7,000. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം നമുക്ക്. അല്ല, രണ്ട് ഭാഗത്തും വരയ്ക്കുക. ഏത് ഭാഗമായിരിക്കും കൂടുതൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 10,000 7,000 ഇതാണ് കൂടുതൽ. സോ 17,000 രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. ഈ 17,000 നമ്മൾ എന്ത് കുറക്കണം, 17,000 ഈ പറഞ്ഞ ഡെബിറ്റ് സൈഡ് കുറയ്ക്കുക. എത്രയാ, 5,000 4,000 വീണ്ടും 5,000 അല്ലെ. കുറയ്ക്കുമ്പോൾ നമുക്ക് 3,000 ആണ് ബാലൻസ് കിട്ടുക, 3,000. ഈ 3,000 നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, പഴയ പങ്കാളി അല്ലെ, റിമൈനിങ് പാർട്ട്നേഴ്സ്. പുതിയ ആൾക്ക് കൊടുക്കൂലല്ലോ എന്തായാലും. പഴയ പങ്കാളി ദീപയ്ക്കും സ്മിതയ്ക്കും അവരുടെ റേഷ്യോ അനുസരിച്ച്. റേഷ്യോ എത്രയാണ് റേഷ്യോ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനില്? റേഷ്യോ പറഞ്ഞിട്ട് 3:2. 3:2 എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 3,000 ഇൻറ്റു 3/5 സ്മിതയ്ക്കും. സ്മിതയ്ക്ക് എത്രയാ, 3/5. ദീപയ്ക്ക് 3/5, സ്മിതയ്ക്ക് 2/5. 1,800 1,200 കിട്ടും. ഇങ്ങനെയാണ് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വയ്ക്കുമ്പോൾ എത്ര കോളംസ് വേണം? പർട്ടിക്കുലർ ദീപ, സ്മിത, അഞ്ജു. പുതിയ ആളും കൂടി വന്നു അല്ലെ, അഡ്മിഷന്റെ കേസാണ്. അപ്പൊ 3 പേരും കൂടി എന്ത് ചെയ്യണം, എന്തായാലും എഴുതണം. പാർട്ടിക്കുലേഴ്സ് ദീപ, സ്മിത, അഞ്ജു. പിന്നെ പാർട്ടിക്കുലേഴ്സ് ദീപ, സ്മിത, അഞ്ജു. ആദ്യം തന്നെ ഇത് സൈഡ് എഴുതണ്ടേ, ക്രെഡിറ്റ് സൈഡ്. എന്ത് എഴുതണം, ബാലൻസ് ബ്രോഡ് ഡൗൺ. ശ്രദ്ധിക്കാം, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് എന്താ, പഴയ പങ്കാളികളുടെ ബാലൻസ്, ദീപയുടെയും സ്മിതയുടെയും മൂലധനം എത്രയാണെന്ന് അതിലെഴുതണ്ട. 1,20,000 90,000 അല്ലെ, 1,20,000 90,000. പുതിയ ആള് കൊണ്ടുവന്നത് അതിന്റെ നേരെ എഴുതാൻ പാടില്ല. അത് എഴുതണമെങ്കിൽ എന്താ എഴുതേണ്ടത്, ഈ റിസർവ് അടുത്ത് കാണിച്ചേക്കണേ. റിസർവിന് പകരം എന്ത് ചെയ്യുക, ക്യാഷ് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ റിസർവ് എഴുതിയാൽ മതി. ബാലൻസ് ബ്രോഡ് ഡൗൺ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് എന്ന് കൊടുത്തിട്ട് വേണം പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റൽ. അത് എവിടെയാ കാണിച്ചേക്കുന്നത്, ഈ അഡ്ജസ്റ്റ്മെന്റിൽ 5,80,000 കണ്ടില്ലേ. പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റൽ കാണിക്കാൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ വേണം 80,000 കാണിക്കാൻ. ഇവര് വേണ്ട, ഗുഡ്വില്ലും അല്ലാതെ ഒരുമിച്ച് കാണിച്ചു. ഇങ്ങനെ വേണ്ട, ഇതിലത്തെ പോലെ വേണ്ട. മനസ്സിലായില്ലേ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യാ, ഈ 80,000 കാണിക്കുക. ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ കണ്ട് ദീപയുടെ കുളത്തിൽ 1,20,000 സ്മിതയുടെ കുളത്തിൽ 90,000 എഴുതിയിട്ട് തൊട്ട് താഴെ ക്യാഷ് എന്ന് കൊടുക്കുക. ഇതുപോലെ ക്യാഷ് എന്ന് കൊടുക്കുക. എന്നിട്ട് അഞ്ജുവിന്റെ കുളത്തിന്റെ നേരെ എന്ത് ചെയ്യണം, 80,000 എന്ന് എഴുതണം. ഓക്കെ, ഇനി ക്വസ്റ്റിലോട്ട് പോയേ. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ റിസർവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഉണ്ട്, അതായത് റിസർവ് ഉണ്ട്, മുന്നത്തെ റിസർവ്. അത് ഇവർക്ക് കിട്ടേണ്ടത് ആർക്ക്, ദീപയ്ക്കും സ്മിതയ്ക്കും കിട്ടും. അഞ്ജുവിന് കിട്ടില്ല, കാരണം അഞ്ജു ഇപ്പൊ വന്നിട്ടുള്ളൂ. സോ ദീപയ്ക്കും സ്മിതയ്ക്കും ഈ റിസർവ് 60,000 എത്ര റേഷ്യോയിൽ, 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം അവർക്ക്. അതാണ് റിസർവ്. എത്ര, 36,000 ദീപയ്ക്കും 24,000 സ്മിതയ്ക്കും. എങ്ങനെ, 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താട്ടോ 60,000 രൂപ. അതും കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ആള് കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്ക് കിട്ടേണ്ടതാ, ഈ 10,000 ആണ് പുതിയ ആള് അഞ്ചു കൊണ്ടുവരുന്ന ഗുഡ്വിൽ. അത് ആർക്ക് കിട്ടേണ്ടതാണ്, ദീപയ്ക്കും സ്മിതയ്ക്കും. ഓക്കെ ഓക്കെ, ദീപയ്ക്കും സ്മിതയ്ക്കാണ് എന്ത് കിട്ടേണ്ടത്, ഈ പറയുന്ന പുതിയ പങ്കാളി കൊണ്ടുവരുന്ന ഗുഡ്വിൽ കിട്ടേണ്ടത് ദീപയ്ക്കും സ്മിതയ്ക്കാണ്. ഓക്കെ, അത് ഏത് റേഷ്യോയിൽ അവർക്ക് കിട്ടുക, സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അവർക്ക് അത് കിട്ടുക. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ പ്രത്യേകം ചെയ്യാനായിട്ട് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ കേസിൽ എന്തെങ്കിലും ഒരു ഇത് പറയും, ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇവിടെ എന്തായിരിക്കും, 3:2 തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരാം. ഓക്കെ, അതായത് ഈ പറഞ്ഞ 10,000 രൂപ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതെ, അത് ഡിവൈഡ് ചെയ്തേക്കണം. 6,000 4,000 കണ്ടില്ല ഇവർ എഴുതിയേക്കണം. അതെന്ത് ചെയ്യും, നിങ്ങൾ ഗുഡ്വിൽ എന്ന് കൊടുക്കുക. നിങ്ങൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ, ആ 6,000 4,000 എഴുതാൻ. ഈ 80,000 ഇപ്പൊ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ക്യാഷ് കണ്ട് സെപ്പറേറ്റ് കാണിക്കാൻ. അത് അഞ്ചു കൊണ്ടുവന്ന ക്യാപിറ്റൽ ആണ് ഈ 80,000. ഓക്കെ, എന്നിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് എന്ത്, ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് വേണം ആ 10,000 3:2 എന്ന് പറഞ്ഞ ഇതിൽ ഡിവൈഡ് ചെയ്യാൻ. എത്ര, 6,000 4,000 ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ അല്ലേ. ഇനി തൊട്ട് മുന്നേ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയില്ലേ, റിവാലുവേഷൻ അക്കൗണ്ടിൽ കിട്ടിയ ഇത് പ്രോഫിറ്റ് അല്ല, റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഇതും അറിയാലോ എങ്ങനെയാണ്, ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഇത് പ്രോഫിറ്റ് തന്നെ, ഡെബിറ്റ് സൈഡ് കൂട്ടിയാൽ ലോസ്. ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂട്ടിയോണ്ട് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇത് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ആ റിവാലുവേഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, റിവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് എഴുതിക്കോളൂ. റിവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 1,800 ദീപയുടെയും സ്മിതയുടെ 1,200 എഴുതാം. ഇവിടെ എഴുതാനൊന്നുമില്ല. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതാം, ഇവിടെ റിവാലുവേഷൻ പ്രോഫിറ്റ് അല്ല നമുക്ക് കിട്ടിയത്. ഇനി ഇത് റിവാലുവേഷൻ ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതും, റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ. പക്ഷെ അതൊന്നല്ല. അപ്പൊ ആകെ നമുക്ക് എവിടെ എഴുതാനുള്ളൂ, നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ളൂ. എന്താ, ക്രെഡിറ്റ് സൈഡ് മൊത്തം കൂട്ടാം. അഞ്ചുന്റെ ആകെ 80,000 ഉള്ളൂ, അത് ഇറക്കിയിട്ട് എഴുതാം. അത് തന്നെ ഇപ്പുറത്തോട്ട് എഴുതാം 80,000 അഞ്ചുന്റെ വളർത്തി. സ്മിതയ്ക്കാണെങ്കിൽ ഫുള്ള് കൂട്ടുമ്പോൾ 1,19,200. ദീപയ്ക്കാണെങ്കിൽ
1,63,800 അത് രണ്ട് ഭാഗത്തേക്ക് എന്ത് എടുത്ത് എഴുതാം. എന്നിട്ട് ഇവിടെ ഒന്നും കുറയ്ക്കാനില്ലാത്തത് കൊണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയിട്ട് അത് തന്നെ എന്ത് ചെയ്യുക, 3 പേരുടെയും മേലോട്ട് എടുത്തെഴുതാം. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ലാസ്റ്റത്തെയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് എന്താ, അത് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എഴുതി വെക്കരുതിട്ടാ, തെറ്റും. ബാലൻസ് ഷീറ്റ് എന്താണ്, ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്, അതായത് ബാധ്യതകള് തുക, ആസ്തികൾ തുക, അങ്ങനെയാണ് വരേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റിൽ തന്നെ പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കി പോവാം. ഫസ്റ്റ് ആസ്തികൾ നോക്കിയ ക്യാഷ് എത്രയുണ്ട്, മുന്നേ എടുക്കുന്നത് 30,000 ഉണ്ട്. പക്ഷെ ഈ 30,000 അല്ല എഴുതണ്ടേ, എന്തൊക്കെ ഇതിനൊപ്പം കൂടും, ഈ 30,000 പുതിയ പങ്കാളി കൊണ്ടുവന്ന ആളുടെ ക്യാപിറ്റലും എത്രയാണ്, 80,000 അല്ലെ, 80,000 അതും പിന്നെന്താ ആള് കൊണ്ടുവന്ന ഗുഡ്വില്ലും കൂടി പെടും, എത്ര, 10,000. ഓക്കെ, അങ്ങനെ മൊത്തം അതാണ് ഇവിടെ 1,20,000. ഓക്കെ, 30,000 മുൻകൂട്ടി ഓൾറെഡി ഉണ്ടായിരുന്നത് ആദ്യത്തെ ബാലൻസ് ഷീറ്റിൽ, അത് കൂടാണ്ട് 80,000 പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റലും 10,000 ആള് കൊണ്ടുവന്ന ഗുഡ്വില്ലും കൂടി 1,20,000. ഓക്കെ, 30,000 ഉണ്ടായിരുന്നത് ഷോർട്ട് ആക്കിയതിന് ഞാൻ 80,000 പുതിയ ആള് കൊണ്ടുവന്ന 5 കൊണ്ടുവന്ന ക്യാപിറ്റൽ പ്ലസ് 10,000 5 കൊണ്ടുവന്ന ഗുഡ്വില്ല്, അങ്ങനെ മൊത്തം 1,20,000. ഇനി ക്വസ്റ്റിനോട്ട് പോവാം. 50,000 വീണ്ടും ഡെപ്റ്റേഴ്സ് ആ ഓർഡറിൽ തന്നെ എഴുതാം, 50 ഡെപ്റ്റേഴ്സ് എഴുതാം. പക്ഷെ അത് എടുത്ത് എഴുതാൻ പാടില്ല 50,000. എന്തുകൊണ്ടാണ്, നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ എന്ത് മാറ്റി വെച്ചിട്ടുണ്ട്, പ്രൊവിഷൻ ഉണ്ട് അല്ലെ, ഒരു 5,000 രൂപ ഡെപ്റ്റേഴ്സിന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെന്താണ് നമ്മൾ കുറയ്ക്കണം. ഓക്കെ, 50,000 5,000 കുറയ്ക്കണം, ലെസ് പ്രൊവിഷൻ കണ്ടില്ലേ, 5,000 കുറച്ചിട്ട് ബാക്കി 45,000 വേണം എമൗണ്ട് പുറത്തേക്ക് എഴുതാനായിട്ട്. ഇനി അടുത്തത് പിന്നെന്താ, സ്റ്റോക്ക്. ഈ ഓർഡറിൽ ഇങ്ങനെ എഴുതാട്ടോ. സ്റ്റോക്ക് എന്താ, 70,000. സ്റ്റോക്ക് 70,000 ആണോ, ഇതാണോ എഴുതണ്ടേ, അല്ല. കാരണം എന്താ, സ്റ്റോക്ക് ഇവിടെ ഇനി എന്താ ചെയ്തേക്കണേ, സ്റ്റോക്കിന്റെ വില കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര, 5,000. സോ എമൗണ്ടിൽ എഴുതണ്ടേ. സോ സ്റ്റോക്ക് എന്താ എഴുതണ്ടേ, 5,000 വെച്ച് കുറഞ്ഞു എന്നാ പറഞ്ഞേക്കണേ അല്ലെ, 5,000 കുറഞ്ഞ തുക. സോ എന്താ ചെയ്യേണ്ടത്, 70,000 ആയിരുന്നു സ്റ്റോക്ക്, അത് എത്ര വെച്ച് കുറഞ്ഞു എന്ന് പറയണേ, 5,000 വെച്ച് കുറഞ്ഞു. അതായത് ഇപ്പോ 70,000 അല്ല, 5,000 വെച്ച് കുറഞ്ഞ ഇപ്പോ സ്റ്റോക്കിന്റെ വില എത്രയാ, 65,000. ഓക്കെ, അടുത്തത് എന്താ, പ്ലാന്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ, ഇല്ല. അപ്പൊ അതന്നെ എടുത്ത് എഴുതിയാൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ എമൗണ്ട് സെയിം എഴുതാം, 90,000. ഇനി പിന്നെ എന്താ പറയണേ, ബിൽഡിംഗ് എത്ര, 80,000 ഉണ്ടല്ലോ. ബിൽഡിംഗ് എന്താ പറയുന്നത്, 10,000 രൂപ വെച്ച് വർദ്ധിച്ചു എന്ന് പറഞ്ഞേക്കണം, കൂടി. അപ്പൊ 80,000 ആയിരുന്നു, 10,000 വെച്ച് കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എന്താ, 90,000 അല്ലെ, പിന്നെ 90,000 ബിൽഡിംഗ്. ഓക്കെ, പിന്നെ മോട്ടോർ വെഹിക്കിൾ എന്താ പറയണേ, 40,000 ആയിരുന്നു. പക്ഷെ അത് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താ, ഒരു ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, മൂല്യക്ഷയം സംഭവിച്ചിട്ടുണ്ട്. എത്ര സംഭവിച്ചു, അത് റിവാലുവേഷൻ എടുത്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും എത്ര സംഭവിച്ചേക്കണേ, മൂല്യക്ഷയം 4,000 അല്ലെ. പിന്നെ 40,000 4,000 ഉണ്ടാവില്ല, 40,000 4,000 കുറച്ചിട്ട് ബാക്കി 36,000 ആണ് ഇവിടെ ഉണ്ടാവുക. ഒരു കാര്യം കൂടി ഇല്ലേ, ഒന്ന് നോക്കിയേ, ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണക്കിൽ രേഖപ്പെടുത്താതെ എന്തോ ഉണ്ട്, ഇതുണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് എന്താ, ആസ്തിയാണ്, 7,000. സോ അതും കൂടി എഴുതണ്ടേ ബാലൻസ് ഷീറ്റിൽ, അതാണ് ഇൻവെസ്റ്റ്മെന്റ്, ഈ 7,000. ഓക്കെ, അതും കൂടി എഴുതി കഴിഞ്ഞാല് അസറ്റ് എന്തായി, കംപ്ലീറ്റ് ആയി, അസറ്റിന്റെ ഭാഗം കംപ്ലീറ്റ് ആയി. അടുത്തത് ബാധ്യതയുടെ ഭാഗമാണ്. ഇതുപോലെ എന്ത് ചെയ്യുക, ബാധ്യതയുടെ സൈഡ് ക്വസ്റ്റ്യൻ എടുക്കുക. ക്രെഡിറ്റേഴ്സ് 50,000. ക്രെഡിറ്റേഴ്സ് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ, ഇല്ല. സോ അതന്നെ സെയിം എഴുതിക്കോ, ക്രെഡിറ്റേഴ്സ് 50,000. ഇനി എന്താ, ബിൽസ് പേയബിൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. സോ 23,000 അതന്നെ എടുത്ത് എഴുതാം, 23,000. ഇനി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതും ഒന്നും പറഞ്ഞിട്ടില്ല. സോ 17,000 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് എഴുതാം, 17,000. അല്ല ഇതില് റിസർവ് എഴുതണോ, വേണ്ട. കാരണം പാർട്ട്നേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാ, പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തതാ. പിന്നെ എന്ത് എഴുതണ്ട, ഇനി മൂലധനാണ്, ഈ മൂലധനം എഴുതാൻ പാടില്ല. ഇനി പുതിയത് കണ്ടുപിടിക്കണം നമ്മൾ അല്ലെ, കണ്ടുപിടിക്കണോ, വേണ്ട. അതിനാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കണത് എന്ത്, ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിലത്തെ ബാലൻസ് ആണ് ഓരോരുത്തരുടെ, ദീപയുടെയും സ്മിതയുടെയും അഞ്ജുവിന്റെയും ബാലൻസ് ആണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്, ഈ ക്യാപിറ്റൽ കാണിക്കേണ്ടത്. ദീപ 1,63,800 കണ്ടില്ലേ, എവിടെ കിട്ടിയത് നമുക്ക്. ഓക്കെ, പിന്നെ സ്മിത എത്രയാ, 1,19,200 ഇതാണ് ഇവിടെ എഴുതിയേക്കണേ. പിന്നെ അഞ്ജു എത്രയാ, 80,000, അതാണ് 80,000. ഇതും കൂടി കഴിയുമ്പോൾ എന്താവും, നമ്മുടെ ബാധ്യതയുടെ സൈഡും കംപ്ലീറ്റ് ആവും. എന്നിട്ട് രണ്ട് ഭാഗവും കൂട്ടി നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരേ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലേ ബാലൻസ് ഷീറ്റ് ടാലി ആവുള്ളൂ. എന്നാലും നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആയുള്ളൂ എന്നർത്ഥം. ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവുള്ളൂ. 4,53,000 4,53,000 രണ്ട് സൈഡിലും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഒരേ തുക കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായി, കറക്റ്റ് ആയി. ക്ലിയർ ആണോ? ഓക്കെ.